പ്രവർത്തനങ്ങൾക്കൊടുവിൽ ഇതാ നിലമ്പൂരുകാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. ആർക്കൊപ്പമാണ് നിലമ്പൂരുകാർ എന്നുള്ളത് ഇന്ന് കുറിക്കപ്പെടുകയാണ്. രാഗിൻ, എങ്ങനെയാണ് പോളിംഗ് ബൂത്തിലെ മോക്ക് പോളിംഗ് പുരോഗമിക്കുന്നത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും 3 ആഴ്ചക്കാലം നീണ്ട പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണത്തിനും അതോടൊപ്പം തന്നെ കൊട്ടിക്കലാശത്തിനും നിശബ്ദ പ്രചാരണത്തിനും ഒക്കെ ശേഷം നിലമ്പൂർ ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത്യന്തം നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പാണ്. നെഞ്ചിടിപ്പേറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. ഈ നിലമ്പൂർ മോഡൽ UP സ്കൂളിലെ 180 നമ്പർ ബൂത്താണ്. ഇവിടെ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വരുന്ന ഒരു ബൂത്താണിത്. ഇവിടെ 43 ബൂത്തുകളാണ് ഈ നിലമ്പൂർ നിയമസഭാ പരിധിയിൽ നിലമ്പൂർ നഗരസഭാ പരിധിയിൽ വരുന്നത്. എന്തായാലും ഇതോടൊപ്പം തന്നെ ഈ ബൂത്തിൽ ഇപ്പോൾ മോക്ക് പോളിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്കൂളിൽ തന്നെ 5 ബൂത്തുകളാണ് ഉള്ളത്. പോളിംഗ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 7 മണിക്ക് തന്നെ ഈ പോളിംഗ് ആരംഭിക്കും. വോട്ടർമാർ അല്പസമയത്തിനകം തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. 2,32,381 വോട്ടർമാരാണ് ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ ആകെയുള്ളത്. അതിൽ ഈ പോളിംഗ് പെർസെന്റേജ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75% പോളിംഗ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പായപ്പോൾ കുറഞ്ഞ് 71ആയി. പിന്നീട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് ആയപ്പോൾ അത് 61ആയി. അതുകൊണ്ട് ഈ പോളിംഗ് പെർസെന്റേജിലെ ഏറ്റക്കുറച്ചിലുകൾ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഫലത്തെ വളരെ തോതിൽ ബാധിക്കുകയും ചെയ്യും. എന്തായാലും കഴിഞ്ഞ തവണത്തെ സമവാക്യമല്ല ഇപ്പോഴത്തെ സമവാക്യം. അതുകൊണ്ട് തന്നെ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ഈ കണക്കൂട്ടൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കോംപ്ലിക്കേഷനുമാണ്. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പോളിംഗ് ആരംഭിക്കും. അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ തന്നെയാണ് നഗരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നടന്നു വരുന്നത്. നിലമ്പൂർ നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ തവണ LDF ലീഡ് ചെയ്ത ഒരു നഗരസഭാ പരിധിയിലെ ആണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ഭരിക്കുന്നതും LDF ആണ് നഗരസഭ. എന്നാൽ പോലും UDF-നും തുല്യശക്തി തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് പോരാട്ടം നടക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.